ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ നിയന്ത്രണം താളം തെറ്റി. അശാസ്ത്രീയ നിയന്ത്രണം കാരണം മണിക്കൂറുകളോളം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരികയാണ്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നട തുറന്ന ശേഷം ഭക്തജന തിരക്കാണ് ശബരിമലയിലാകെ. ശിവദാസ് കന്മനത്തിന്റെ റിപ്പോർട്ട്. ശബരിമല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച ശബരിമല നട തുറന്ന ശേഷം വലിയ രീതിയിലുള്ള തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. മകരവിളക്കിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഉള്ളത്, ഒരാഴ്ച പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്ത ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ്. ഓരോ ദിവസവും പ്രതിദിനം 1 ലക്ഷത്തോളം ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ അശാസ്ത്രീയമായ ക്യൂ കാരണം വലിയ ബുദ്ധിമുട്ടുകളും ഭക്തർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരംകൂട്ടം മുതൽ ഇത്തരത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. പക്ഷേ അത് മണിക്കൂറുകളോളം നീണ്ട ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിന് ഇടയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസുകാരുടെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിയന്ത്രണങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാളികപ്പുറത്തിനും അതോടൊപ്പം തന്നെ കൊച്ചയ്യപ്പന വരെയുള്ള സ്വാമിമാർ ഈ കൂട്ടത്തിൽ ഉണ്ട്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യമായി തന്നെ ഈ മരക്കൂട്ടം മുതൽ സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടാത്തത് കൊണ്ട് തന്നെ പമ്പയിൽ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അല്ലെങ്കിൽ ഭക്തരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വലിയ ബുദ്ധിമുട്ട് ഇതുവഴി ഭക്തർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊന്നും പല ഇടങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള വഴിയുടെ അപര്യാപ്തതയുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കുട്ടികൾ അടക്കമുള്ളവർ ഉണ്ട്, പ്രായമുള്ള സ്വാമിമാർ ഉണ്ട്. ഇങ്ങനെ എത്തുമ്പോൾ ഇവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യം. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് ക്യൂ നിന്ന് ഇന്ന് രാവിലെ മാത്രമാണ് ഇവരെ സന്നിധാനത്തേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ലഘുഭക്ഷണങ്ങളോ അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് നൽകും എന്നറിയിച്ചിരുന്നെങ്കിൽ പോലും പല ഇടങ്ങളിലും അതിൻ്റെ എല്ലാം തന്നെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും, മണ്ഡല സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശബരിമലയിൽ നിന്നും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി വളരെ കുറച്ച് ഈ ജനുവരി 19 വരെയാണ് അയ്യപ്പന്മാർക്ക് ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ഉള്ളത്. അതിനുശേഷം ജനുവരി 20 നട അടയ്ക്കും. അതോടെ ഈ മണ്ഡല സീസൺ അവസാനിക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ശബരിമലയിൽ.